ഗൈസ്, അപ്പോൾ നമ്മൾ ആകാശവാണിയുടെ റൈഡിന് പോകും. നമ്മൾ ആറ്റിങ്ങിൽ നിന്ന് 2 പേര് തിരിച്ചിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് ഷിഫ്റ്റർ ജാമായിരിക്കുന്നു. അതുകൊണ്ട് വലിയ ചെയറിങ് ഇടാൻ പറ്റുന്നില്ല. ചെറിയ റിങ്ങിൽ പറത്തേണ്. 6 മണിക്ക് റിപ്പോർട്ടിങ് കനുവെക്കുന്നു. ഞാനും ഇവനും കൂടെ ആറ്റിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മഴ കിട്ടി ഗൈസ്. മഴയാണെങ്കിലും വെയിലാണെങ്കിലും നമ്മൾ തളരില്ല. നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളൊരു മഴയില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ അമൽ ഷാജിയെ കിട്ടി. അമൽ ഷാജി പറത്തുന്നു ഗൈസ്. ഒരു പടിക്ക് 2 പക്ഷേ റൈഡിന് വന്നപ്പോൾ നമുക്ക് വേറൊരു ടീഷർട്ട് കിട്ടി. ഈ സൈക്കിളും കൂടെ കിട്ടുമെന്ന് അറിയാമേ. സൈക്കിളാണ്, ചിലപ്പോൾ സൈക്കിളും കിട്ടാൻ ചാൻസ്. അപ്പോൾ ഈ റൈഡ് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത റൈഡ് ചെയ്യാം. അമൽ ഷാജിക്ക് ലോട്ടറി ഉണ്ട്. എന്താണ് പ്രത്യേകത? 90 വർഷങ്ങൾ ആദ്യ റേഡിയോ നാമകരണത്തിന്റെ 90 കണ്ടോ ഗൈസ്? ഇതാണ് സംഭവം. ഉണ്ണിയാണ് മെയിൻ പ്ലാനർ. അങ്ങനെ നമ്മൾ നിന്നപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ വന്നിറങ്ങി. അതൊക്കെ കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു. വന്നിറങ്ങി ഫ്ലാഗ് ഓഫ് ഒക്കെ ചെയ്തു. നമ്മളവിടുന്ന് റൈഡ് മഴയത്തൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കവടിയാറുന്ന റൈഡ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ മാനവീയത്ത് നിന്ന് വന്ന് വെയിറ്റ് ചെയ്യുവാണ്. കുറച്ച് റൈഡേഴ്സ് ബൈക്കിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് പോകാനായിട്ട് മാനവീയത്ത് വന്ന് വെയിറ്റ് ചെയ്തു. അവിടെ നിന്ന് ഇപ്പോൾ സ്റ്റാച്യൂലെത്തി. സ്റ്റാച്യൂയിലൂടെ എല്ലാവരും അങ്ങനെ മഴയെ നനഞ്ഞ് ചവിട്ടി പോവുകയാണ്. ഉണ്ണി കുറച്ച് കാലത്തിന് ശേഷം എന്നെ ഇപ്പോഴാണ് കണ്ടത്. ഉണ്ണി ജർമ്മനിയിലായിരുന്നു. ജർമ്മനിയിൽ നിന്ന് ഇപ്പോൾ ലീവിന് വന്നതാണ്. അപ്പോൾ ഉണ്ണി വർക്ക് ചെയ്തിരുന്നത് നമ്മുടെ ആകാശവാണിയിലാണ്. അപ്പോൾ ഉണ്ണി ആണ് ഈ റൈഡ് കോർഡിനേറ്റ് ചെയ്തത്. ആ മാഡം സൈക്കിളിൽ നിന്ന് വീണ് മുട്ട് മുറിഞ്ഞു. വയ്യാത്ത കാലം വെച്ച് മഴയത്ത് സൈക്കിളും ചവിട്ടി പോവുകയാണ്. ആകാശവാണിയിലെ ഒരു ഉദ്യോഗസ്ഥയായിരുന്നു. ഉണ്ണിയുടെ ഞാൻ മഴയത്ത് ഇത്രയും വലിയ കേട്ടോ നമ്മൾ അരുൺ റോയും നിഖിലും കൂടെയാണ്. എല്ലാം മെഡലാണെങ്കിലും ടീഷർട്ട് ആണെങ്കിലും ടൈംലി ഡെലിവറിക്ക് വേണ്ടി പുറകിലുണ്ടായി. പിന്നെ നിങ്ങൾ ഈ ക്ലൈമറ്റിൽ അഡ്വേഴ്സ് ആയിട്ടുള്ള വെതറിൽ നിങ്ങൾ എല്ലാവരും വന്നത് ഒരു ബിഗ് താങ്ക്സ്. താങ്ക് യു സോ മച്ച്. ആകാശവാണി എൻ്റെ അടുത്തിരിക്കാൻ ഭയങ്കര ആൾക്കൂട്ടം ഗൈസ്. എൻ്റെ ലഡു മടയാണ് അവർ കണ്ടത്. ആകാശവാണി സ്നേഹത്തോടെ വട ലഡു തന്നു. ലഡു ബുക്ക് ചെയ്തു. വട ഞാൻ കഴിക്കുക. അങ്ങനെ ഫുഡെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു. ഈ ചവിട്ടുന്നത് അരുണാണ്. അരുണ് വെഞ്ഞാറമൂട് നിന്നാണ് ചവിട്ടുന്നത്. ആറ്റിങ്ങിൽ നിന്ന് വൈഫേഴ്സ് വെഞ്ഞാറമൂട് പോയിട്ട് അവിടെ ചവിട്ടി വന്നു. ഇത് വിപിന് നല്ല കടയ്ക്കാവരുന്നാണ് ചവിട്ടി വന്നത്. വേക്കുന്ന വരുന്നത് അമിൽഷാജി പാങ്ങപ്പാറ എന്ന ചവിട്ടിയാണ് വന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു എൻ്റെ ഷിഫ്റ്റർ വർക്ക് ചെയ്യുന്നില്ല. എൻ്റെ ചെയിൻ റിങ് സ്മോളൊന്നും വലിയതോട്ട് മാറുന്നില്ലായിരുന്നു. അപ്പോൾ ചെറിയ റിങ്ങിലിട്ടാണ് ഞാൻ ചവിട്ടി പോയത്. എന്നിട്ട് ഗോവൻചേട്ടൻ്റെ അവിടെ ചെന്നപ്പോൾ വെള്ളം കയറിയതാണ് ഗൈസ്. കേബിളിൻ്റെ അകത്ത് വെള്ളം കയറിയതായിരുന്നു. അങ്ങനെ പൗഡൻ കുറേ പേര് വിളിച്ചു. അങ്ങനെ പുതിയത് മാറിയിട്ടു. ഗോവൻചേട്ടൻ ഇപ്പോൾ കഴക്കൂട്ടത്തു നിന്ന് സ്വന്തം വീട്ടിലാണ് സർവീസ് ചെയ്യുന്നത്. വീട്ടിൽ കൂടെ ചേർന്ന് തന്നെ ഒരു ഷോപ്പ്. നല്ല കാം ആൻഡ് ക്വയറ്റ് അന്തരീക്ഷം തീരുന്ന നല്ല സുഖമായി നല്ല പണിയെടുക്കുന്ന ഗോവൻചേട്ടൻ. പിന്നെ ഞാൻ പോകുന്ന വഴിക്കിടെ കാസർഗോഡ് നിന്നൊരു വേ പ്രോട്ടീൻ കൂടെ വാങ്ങിച്ചായിരുന്നു. പ്രോട്ടീൻ തീർന്നായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ റൈഡ് വിശേഷം. വീട്ടിൽ വന്ന് സൈക്കിളെ തുടച്ച് വൃത്തിയാക്കി. ഇന്ന് മഴയത്ത് റൈഡ് ചെയ്ത എല്ലാവരും വീട്ടിൽ ചെന്ന് തുടച്ച് വൃത്തിയാക്കുക. ഇല്ലെങ്കിൽ പണി കിട്ടും. ബിയറിങ്ങും കേബിളും എല്ലാം ജാമാവും. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും വൃത്തിയാക്കി ഉണക്കി വയ്ക്കുക. ബൈ.